അതാ നിതിൻ അംബുജൻ ദിലീപിന്റെ വീട്ടിൽ മുന്നിൽ ചേരുന്നുണ്ട്. നിതിൻ, സമയം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റും 10 സെക്കൻഡും ആവുന്നുണ്ട്. പ്രതികൾ 10 പേരും കോടതിയിൽ ഹാജരാവേണ്ടതുണ്ട്. ദിലീപിന്റെ വീട്ടിൽ തന്നെ ഉണ്ടോ? എന്താണ് അറിയാൻ കഴിയുന്നത്? ഹാഷ്മി, ദിലീപ് ഈ ആലുവയിലെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും നേരത്തെ ദിലീപിന്റെ സഹോദരൻ അനൂപ് ഈ വീട്ടിലെത്തിയിരുന്നു. സഹോദരന്റെ കുടുംബവും ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ പറവൂർ കവലയിലെ വീട്ടിലാകും ദിലീപ് ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പറവൂർ കവലയിലെ വീട്ടിൽ ദിലീപിന്റെ സഹോദരനാണ് താമസിക്കുന്നത്. ആ സഹോദരനാണ് ഇപ്പോൾ ആലുവയിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് കോടതിയിലേക്ക് പോകുമെന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 11 മണിയോട് തന്നെ കോടതിയിൽ എത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ ദിലീപ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നൊരു പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ദിലീപിന്റെ വീട്ടിലെ ഉള്ളിലുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. 2 ഇനോവ കാർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ദിലീപിന്റെ കാർ, ഒരു ഇനോവ കാർ രാവിലെ പുറത്തേക്ക് പോയിരുന്നു. പക്ഷേ അതല്ല, ഇത് മറ്റ് 2 കാറുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കാറിൽ ഒന്നിൽ ദിലീപിന്റെ സഹോദരനും അതോടൊപ്പം തന്നെ മറ്റൊരു കാറിൽ ഒരു 3 പേരും വന്നിറങ്ങി. അതിൽ ഒരാൾ ഈ കേസിലെ 10ാം പ്രതി ശരത് ആണോ എന്ന് സംശയിക്കുന്നു. സ്ഥിരീകരണമില്ല. കാരണം അത് നമുക്ക് ദൃശ്യത്തിൽ തന്നെ അത് കൃത്യമായി നമുക്കൊരു സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു ദൃശ്യമല്ല നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും അത് ശരത്താണെന്ന സംശയമാണ് ഉണ്ടായിരിക്കുന്നത്. ശരത്താണെങ്കിൽ ദിലീപിന്റെ അടുത്ത സുഹൃത്താണ്. മാത്രമല്ല കേസിലെ 10ാം പ്രതിയാണ്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ഈ മെമ്മറി കാർഡ് ഇവിടെ വീട്ടിലെത്തിച്ചു. അതിനുശേഷം ദൃശ്യങ്ങൾ ദിലീപും അടക്കം 3 പേർ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ശരത്ത് ഉൾപ്പെടെയുള്ളവർ കണ്ടു എന്നാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി. അങ്ങനെ ഈ കേസിലെ 10ാം പ്രതിയാണ് ശരത്താണെങ്കിൽ ആ നിലയിൽ അതിനെ നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ അതിലൊരു സ്ഥിരീകരണമില്ല. എന്തായാലും അല്പസമയത്തിന് തന്നെ ദിലീപ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. വാഹനങ്ങൾ ഇപ്പോൾ റെഡിയാണ്. നമുക്കറിയാം ഏതാണ്ട് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട് കോടതിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 9 തന്നെ ഇവിടുന്ന് ഇറങ്ങുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തായാലും സമാനതകളില്ലാത്തൊരു കേസ് അതിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു. എന്താണ് ഈ കേസിൽ ദിലീപോ അല്ലെങ്കിൽ ഈ കേസിന്റെ വിധി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളമുള്ളത്. കാരണം ഇതിനു മുൻപ് ഇത്തരമൊരു കേസ് നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കേസാണ്. കാരണം ഒരു സിനിമാ നടിയെ ഇത്തരത്തിൽ കൊട്ടേഷൻ ബലാത്സംഗം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നു. അതിൽ ദിലീപ് പ്രതിപട്ടികയിലേക്ക് വരുന്നു. 7 വർഷം ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തുന്നു. പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ വ്യവഹാരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ ഒരു കേസിന്റെ വിധി വരാൻ പോകുന്നു. ഈ ഒരു വീടും ഈ ദിലീപിന്റെ പേര് എന്നൊക്കെ ഉയർന്നൊന്നോ അന്നൊക്കെ തന്നെ ഈ വീട് ഒരു ശ്രദ്ധാ കേന്ദ്രമായിരുന്നു. കാരണം ദിലീപ് ഇവിടെ നിന്നായിരുന്നു ചോദ്യം ചെയ്യലിനായി ആലുവ പോലീസ് ക്ലബിലേക്ക് പോയിരുന്നത്. പിന്നീട് 2ാം തവണയും ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. ആ ചോദ്യം ചെയ്യാൻ പോകുമ്പോഴായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് പറവൂർ കവലയിലെ വീട്ടിലേക്കാണ് ഈ ജയിൽവാസത്തിന് ശേഷം ദിലീപ് പോയതെങ്കിൽ പിന്നീട് ഇവിടേക്ക് ദിലീപ് താമസം മാറിയിരുന്നു. എന്തായാലും അല്പസമയത്തിനും ദിലീപ് പുറത്തേക്ക് ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ ഒരു സംഘം പുറത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ദിലീപിന്റെ സഹായിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 9 തന്നെ ഇവിടെ നിന്ന് കോടതിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 വാഹനങ്ങൾ ഇപ്പോൾ ദിലീപിന്റെ വീടിനും പുറത്ത് തയ്യാറായി ഇരിപ്പുണ്ട്. ഹാഷ്മി, ദിലീപിന്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ അതിന്റെ ഗേറ്റ് അടച്ചു കിടക്കായിരുന്നു. ഇപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ട്. 2 വാഹനങ്ങൾ തയ്യാറാണ്. 11 മണിക്കാണ് കോടതി. അവിടെ നിന്ന് കോടതിയിലേക്ക് ദിലീപ് അടക്കമുള്ള കേസിലെ 10 പ്രതികളും കോടതിയിൽ, പൾസർ സുനിയും ദിലീപും അടക്കമുള്ള കേസിലെ 10 പ്രതികളും കോടതിയിൽ ഹാജരാവേണ്ടതുണ്ട്. അപ്പോൾ ദിലീപിന്റെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം ഏറെ വൈകി ദിലീപ് തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ദിലീപ് അവിടെ തന്നെ ആലുവയിലുള്ള ദിലീപിന്റെ ആ വീട്ടിൽ തന്നെ ഉണ്ട്. 2 വാഹനങ്ങൾ തയ്യാറാവുന്നുണ്ട്. 10ാം പ്രതി, കേസിലെ 10ാം പ്രതി അവിടെ ഉണ്ടോ എന്നൊരു സംശയം നിതിൻ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ഈ 2 വാഹനവും പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. നിതിൻ, ഇതിലൊരു വാഹനത്തിൽ ദിലീപ് പുറത്തേക്ക് പോകും എന്ന് കരുതണോ? കാര്യം 11 മണിക്ക് കോടതിയിലേക്ക് എത്തിയല്ലേ പറ്റൂ. ഹാഷ്മി, അങ്ങനെ തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ 2 വാഹനങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ദിലീപ് ഈ പുറത്തേക്ക് പോകുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. ഇപ്പോൾ ദിലീപിന്റെ ഈ ഒരു വാഹനങ്ങളിൽ ഒന്നിലായി ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കെന്തായാലും അല്പസമയത്തിന് തന്നെ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കും. കാരണം 11 മണിയോട് തന്നെ കോടതിയിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 9:30 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ആദ്യം അഭിഭാഷകന്റെ അടുത്ത് പോകുമെന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും തന്നെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ സ്ഥിരീകരണമില്ല. ആദ്യഘട്ടത്തിൽ രാവിലെ ഒരു തണുത്ത മട്ടായിരുന്നു ദിലീപിന്റെ വീടിന്റെ ഒരു അന്തരീക്ഷമെങ്കിൽ ഇപ്പോഴാണ് ദിലീപിന്റെ വീട്ടിലേക്ക് സഹോദരനും കുടുംബവും എത്തിയത്. മാത്രമല്ല ദിലീപിന്റെ വീട്ടിലേക്ക് മറ്റൊരു വാഹനം എത്തി. അതിലാണ് ശരത്താണെന്ന് സംശയിക്കുന്ന ഒരാൾ ഉള്ളത്. എന്തായാലും ആ നിലയിലാണെങ്കിൽ ദിലീപ് ഇവിടെ നിന്ന് അല്പസമയത്തിൽ തന്നെ കോടതിയിലേക്ക് പോകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.